everyone, welcome to Let's Learn. കഴിഞ്ഞ നമ്മുടെ ഹിസ്റ്ററി വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ദ ഏർലി ഇൻഹാബിറ്റൻസ് ഓഫ് ബ്രിട്ടൻ ആണ്. നമ്മൾ പറഞ്ഞു ഐബീരിയൻസ്, കെൽറ്റ്സ്, റോമൻസ്, ആംഗ്ലോ സാക്സൺസ്, ഡെയിൻസ്, നോമൻസ് ഇങ്ങനൊരു ഓർഡറിലാണ് അവർ ബ്രിട്ടനിൽ വന്നുപെട്ടതെന്ന്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ദ റോമൻസ് ഇൻ ബ്രിട്ടൻ എന്ന വിഷയത്തെക്കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ദ റോമൻസ് ഇൻ ബ്രിട്ടൻ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ 2 സെക്ഷനായിട്ടായിരിക്കും നോക്കാൻ പോകുന്നത്. ആദ്യം ദ റോമൻസ് ഇൻ ബ്രിട്ടൻ, രണ്ടാമത് ദ റിസൾട്ട് ഓഫ് റോമൻ റൂൾ. ഈ 2 സെക്ഷൻ കൂടെ എഴുതുമ്പോഴാണ് റോമൻസ് ഇൻ ബ്രിട്ടൻ ഒരു കംപ്ലീറ്റ് എസ്സേ മോഡലിൽ വരുന്നത്. സോ നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ദാറ്റ് കംസ് അണ്ടർ ദ റോമൻസ് ഇൻ ബ്രിട്ടൻ. ഫസ്റ്റ് പോയിന്റ്, early part of 1st century BC, Rome was rapidly moving towards the goal of world empire. Second point, Roman general and statesman Julius Caesar crossed the Channel and came to Britain in 55 BC and went back and conquered it next year. Third point, Caesar's successor, Emperor Claudius, started systematic conquest of country in 44 AD. He made Britain a Roman province and appointed a governor. So എന്താണ് ഈ പോയിന്റിൽ പറയുന്നത്? ഏർലി പാർട്ട് ഓഫ് 1st century BCയിൽ റോം അവരുടെ റാപ്പിഡായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. എന്തിന്? റോമിനെ ഒരു വേൾഡ് എംപയർ ആക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. റോമൻ ജനറലും സ്റ്റേറ്റ്സ്മാനുമായ ജൂലിയസ് സീസർ ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്ത് ബ്രിട്ടനിലേക്ക് 55 BCയിൽ എത്തുകയും തിരിച്ചു പോകുകയും ചെയ്തു. അദ്ദേഹം അവിടെ വന്നിട്ട് വെറുതെ തിരിച്ചു പോകുകയല്ല ചെയ്തത്, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു പോയി. എന്നിട്ട് എന്ത് ചെയ്തു? തിരിച്ചു പോയിട്ട് അടുത്ത വർഷം വരികയും ബ്രിട്ടനെ കോൺക്വർ ചെയ്യുകയും ചെയ്തു. സീസർ കഴിഞ്ഞു വരുന്ന സക്സസറാണ് എംപറർ ക്ലോഡിയസ്. ആൾ വളരെ സിസ്റ്റമാറ്റിക് ആയ രീതിയിലാണ് കോൺക്വസ്റ്റ് നടത്തിയത്. ആൻഡ് ഇറ്റ് വാസ് ഇൻ 44 AD. ഹി മെയ്ഡ് ബ്രിട്ടൻ എ റോമൻ പ്രൊവിൻസ് ആൻഡ് അപ്പോയിൻറ്റഡ് എ ഗവർണർ. അദ്ദേഹം വെറുതെ ബ്രിട്ടനെ ഒരു റോമൻ പ്രൊവിൻസ് ആക്കുകയല്ല, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റൂളിന് വേണ്ടി അവിടെ ഒരു ഗവർണറെ അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്തു. ഇതാണ് ഹൗ റോമൻസ് കെയിം ടു ബ്രിട്ടൻ. എങ്ങനെയാണ് വന്നത്? സോ ഹൂ കെയിം ഫസ്റ്റ്? ജൂലിയസ് സീസർ കെയിം ഫസ്റ്റ്. ദെൻ ഹൂ സ്റ്റാർട്ടഡ് ദ സിസ്റ്റമാറ്റിക് കോൺക്വസ്റ്റ്? ദ സക്സസർ എംപറർ ഓഫ് സീസർ നെയിംഡ് ക്ലോഡിയസ് സ്റ്റാർട്ടഡ് എ systematic conquest. And next point, by that time barbarians became powerful. They began to attack the Roman Empire. So the Roman emperor was forced to withdraw from the Britain for the purpose of self-defense. Thus Roman rule ended in Britain. സോ ആദ്യത്തെ സെഷനിൽ മുന്നേ പറഞ്ഞ പോയിന്റുകളിൽ നമ്മൾ പറഞ്ഞു എങ്ങനെ റോമൻസ് അവിടേക്ക് വന്നു എന്നുള്ളത്. ഇപ്പോൾ പറഞ്ഞ പോയിന്റുകളിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് റോമൻ റൂൾ ബ്രിട്ടനിൽ എൻഡ് ആയതെന്നാണ്. ആ ബ്രിട്ടനിൽ താമസിച്ചിരുന്ന ബാർബേറിയൻസ് ഭയങ്കര പവർഫുൾ ആവുകയും ബ്രിട്ടനിൽ വന്ന റോമൻസിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. സോ സ്വയരക്ഷയ്ക്ക് വേണ്ടി അവരെന്ത് ചെയ്തു? ബ്രിട്ടനിൽ നിന്ന് പിൻവാങ്ങി തിരിച്ച് റോമിലേക്ക് പോയി. അങ്ങനെ ബ്രിട്ടനിലുണ്ടായിരുന്ന റോമൻ റൂൾ അവസാനിക്കുകയും ചെയ്തു. These are the points that comes under the Romans in Britain. Now we will be looking at the points which comes under the result of Roman rule. The result of Roman rule. First point, Romans came to Britain not as settlers but as conquerors. സോ നമുക്കറിയാം റോമൻസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് വന്നതല്ല, അവർ ബ്രിട്ടനെ കോൺക്വർ ചെയ്യാൻ തന്നെ വന്നതായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് റോമൻസ് കെയിം ടു ബ്രിട്ടൻ നോട്ട് ആസ് സെറ്റിലേഴ്സ് ബട്ട് ആസ് കോൺക്വറേഴ്സ്. നെക്സ്റ്റ് പോയിന്റ്, the Romans never penetrated into northwest. They lived in cities of southeast. സോ റോമൻസ് ബ്രിട്ടനിൽ വന്നിട്ട് ഏത് ഭാഗത്താണ് താമസിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ they lived in the cities of southeast. Hence, Roman influence was limited in the cities and life in countrysides was unaffected. അവർ സിറ്റിയിൽ ജീവിച്ചത് കൊണ്ട് തന്നെ അവരുടെ ഇൻഫ്ലുവൻസ് സിറ്റിക്കകത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരിക്കലും കൺട്രി സൈഡിലേക്ക് അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് പോയിന്റ്, ഇംപീരിയൽ ആംസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് പീസ്. സോ അവരുടെ റോമൻ റൂള് ഭയങ്കര ഒരു പീസ് മോഡിലായിരുന്നു. അവർ ഒരു മിലിറ്ററി കൈൻഡ് ഓഫ് റൂളൊക്കെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നത്. ഇംപീരിയൽ ആംസ് വർ എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻഡ് പീസ്. പാക്സ് റൊമാന
പാക്സ് റൊമാന എന്ന് പറഞ്ഞൊരു ടേം നമുക്ക് കാണാം. അതിൻ്റെ അർത്ഥം റോമൻ പീസ് എന്നാണ്. PEACE, സമാധാനം എന്നുള്ള അർത്ഥത്തിൽ. അടുത്ത പോയിന്റ്, ട്രേഡ് ഫ്ലറിഷ്ഡ്. കോൺസ്, ഫേഴ്സ്, പേൾസ് ആൻഡ് വേരിയസ് മെറ്റൽസ് were exported and luxury goods were imported. സോ ട്രേഡ് ഫ്ലറിഷ് ചെയ്തു. ഏതൊക്കെ വസ്തുക്കളാണ് എടുത്തു പറയുന്നതെന്ന് വിചാരിച്ചാൽ കോൺ, ഫേഴ്സ്, പേൾ, അതുപോലെ വേരിയസ് മെറ്റൽ അവർ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. നെക്സ്റ്റ് പോയിന്റ്, റോമൻ കോൺക്വിസ്റ്റ് ആൻഡ് റൂൾ പേവ്ഡ് വേ ഫോർ ക്രിസ്ത്യാനിറ്റി. സോ റോമൻസ് ബ്രിട്ടനിൽ വന്നപ്പോൾ അവർ കൂടെ കൊണ്ടുവന്നൊരു സംഭവമാണ് ക്രിസ്ത്യാനിറ്റി. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. അടുത്ത പോയിന്റ്, ദ റോമൻസ് ലീവ്ഡ് ഇൻ ദ സിറ്റീസ് ആൻഡ് ബിൽഡ് റോഡ്സ് ടു ഇന്റർകണക്ട് ദ സിറ്റീസ്. നമ്മൾ പറഞ്ഞു റോമൻസ് വന്നപ്പോൾ എഫക്റ്റഡ് ആയിട്ടുള്ളത് സിറ്റീസ് ആണ്. അവരൊരിക്കലും കൺട്രി സൈഡിലേക്ക് അവരുടെ ഇൻഫ്ലുവൻസ് പടർത്തിയിരുന്നില്ല. അവർ സിറ്റിയിൽ താമസിച്ചത് കൊണ്ട് തന്നെ പല സിറ്റീസായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ റോഡുകൾ ഉണ്ടാക്കി. സോ ദാറ്റ് ഈസ് എ പോസിറ്റീവ് പോയിന്റ്സ് ദാറ്റ് വി ക്യാൻ ആഡ് വെൻ റോമൻസ് കെയിം ടു ബ്രിട്ടൻ. റോമൻസ് ലീവ്ഡ് ഇൻ സിറ്റീസ് ആൻഡ് ബിൽഡ് റോഡ്സ് ടു ഇന്റർകണക്ട് ദ സിറ്റീസ്. വാൾസ് ആൻഡ് ഫോർട്രസസ് വേർ ബിൽഡ്. കോട്ടകളും അതുപോലെ തന്നെ കോട്ട മതിലുകളും എന്ത് ചെയ്തു അവർ പണിതിരുന്നു ടു പ്രൊട്ടക്ട് ദംസെൽസ്. ദിസ് ഇസ് ദ ലാസ്റ്റ് പോയിന്റ്. സോ ഈ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് കുറച്ചും കൂടെ പോയിന്റ്സ് ആഡ് ചെയ്യാം. Emperor Hadrian's rule, the famous Hadrian Wall in the north of England to keep away Picts and Scots. സോ നമ്മൾ മുന്നത്തെ പോയിന്റിൽ പറഞ്ഞു ഇവർ ഫോർട്ടുകളും അതുപോലെ വാളുകളും പണിതിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. സോ വൺ സച്ച് വാൾ വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഈസ് Hadrian's Wall, which was built by Emperor Hadrian during his rule. Next point, complete Latinization of conquered realm was difficult. അവരെ കംപ്ലീറ്റ്ലി റോമൻസ് വന്നിട്ട് കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് പോസിബിൾ ആയിരുന്നില്ല. സോ ദാറ്റ് ഈസ് ഇൻ ദിസ് പോയിന്റ്, കംപ്ലീറ്റ് ലാറ്റിനൈസേഷൻ ഓഫ് കോൺകേർഡ് റിലം വാസ് ഡിഫിക്കൽട്ട്. അടുത്ത പോയിന്റ്, ദ ഹാഫ് സിവിലൈസ്ഡ് കെൽറ്റ്സ് ട്രൈബ്സ്മെൻ വെർ മെയ്ഡ് മോർ പോളിഷ്ഡ് ഇൻ ഹാബിറ്റ്സ് ആൻഡ് മാനേഴ്സ്. അതായത് നമ്മൾ പറഞ്ഞു മുന്നേ അവിടെ ഉണ്ടായിരുന്നവർ ഭയങ്കര ബാർബേറിയൻ കൈൻഡ് ആയിരുന്നു, അധികം മാനേഴ്സ് അറിയാത്തവരായിരുന്നു, എങ്ങനെ പെരുമാറണം എന്നറിയാത്തവരായിരുന്നു. അവരെന്ത് ചെയ്തു, ഒന്ന് ഹാഫ് സിവിലൈസ്ഡ് ആക്കി എടുക്കാൻ റോമൻസിന് സാധിച്ചു. മുഴുവൻ സിവിലൈസ്ഡ് ആക്കാനല്ല, പക്ഷെ ഒരു പരിധി വരെ അവരെ പോളിഷ് ചെയ്യാൻ റോമൻസിന് സാധിച്ചു. അതേതൊക്കെ കാര്യത്തിലാണെന്ന് വിചാരിച്ചാൽ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ റോമൻകാരുടെ ചില കാര്യങ്ങളൊക്കെ ദേ കോപ്പിഡ് ദം ഇൻ സം വേസ്. സോ ദേ വർ ഹാഫ് സിവിലൈസ്ഡ്. Next point, during the Roman rule, only soldiers of the standing army were given military training. Others were not allowed to take up arms. So, എല്ലാവർക്കും അവിടെ ആയുധം എടുക്കാനുള്ള ഒരു ചാൻസ് ഒരിക്കലും റോമക്കാർ കൊടുത്തില്ല ബിക്കോസ് ഓഫ് ദെയർ പാക്സ് റൊമാന, റോമൻ പീസ് നമ്മൾ പറഞ്ഞു. സോ they recruited an army called standing army and they were given the military training and they were given the chance to take up arms. Others were not given a chance to take up arms. So നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ് ദ റോമൻസ് ഇൻ ബ്രിട്ടൻ എന്നുള്ളതിൻ്റെ താഴെ വരുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ ആംഗ്ലോ സാക്സൺ കോൺക്വിസ്റ്റ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലെറ്റ്സ് ലേൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക, ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ വിത്ത് ദാറ്റ് വി കൺക്ലൂഡ് ടുഡേസ് സെഷൻ. താങ്ക് യു.